ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. മാങ്ങ അച്ചാറാണ്. അച്ചാറുണ്ടാക്കുന്ന വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ മറന്നുപോയി. അതായിരുന്നു. ഇനി ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കാം. കണ്ടിട്ട് വായി വെള്ളം വരുന്നവരൊക്കെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തു കമൻറ്റ് ചെയ്യും. ഞങ്ങൾക്കൊരു ഓർഡർ ഉണ്ട്, അങ്ങനെ ഞങ്ങളങ്ങനെ ഇട്ടതാണ്. ചെറിയൊരു ഓർഡർ കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാ, അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. കാണുമ്പോഴേ വെള്ളമൊക്കെ ഓംപ്ലേറ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ ചോറ് വെച്ചിരിക്കുന്നു, പിന്നെ സാമ്പാർ, അവിയൽ, ഇതൊക്കെ ഉള്ളു. പിന്നെ പഴയ മീൻകറി ചട്ടിക്കത്തുണ്ട്. ഇപ്പം നമ്മൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഫസ്റ്റ് തന്നെ മുട്ട തോടും കൂടി അതിനകത്ത് വീണു. അതിൻ്റെ കഴുകണം, കഴുകിയിട്ട് നമുക്ക് ഇടാൻ പറ്റും. പനിയൊക്കെയാണ് ഗൈസ്. നമ്മൾ മുട്ട ഉരുണ്ട് പോയി അവിടെ നിന്നു. മുട്ട ആ മുട്ട നമുക്ക് എടുത്തു കൊടുത്തു. അങ്ങനെ നമ്മൾ 4 മുട്ടയല്ലേ ഇടുന്നുള്ളൂ. 4 മുട്ട ഓംപ്ലേറ്റ്. 4 മുട്ട നമ്മൾ ഓംപ്ലേറ്റ് ഇടുന്നു. അപ്പം അങ്ങനെ അടുത്ത സവാള അരിയാൻ. സവാള ഗിരിഗിരി. മീനൊന്നും വാങ്ങിച്ചിട്ടില്ല, അപ്പോൾ നമ്മൾ സവാള ഗിരിഗിരി. അങ്ങനെ സവാള അരിയുകയാണ് ഗൈസ്. ഈ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് അടിച്ചിട്ട് പോണേ കേട്ടോ. പച്ചമുളകും കൂടി പച്ചമുളകും കൂടെ എടുക്കണം. കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരിക, എല്ലാം ചെയ്തിട്ടേ പോകാവൂ. അങ്ങനെ നമ്മൾ മുളക് എടുത്തിട്ടുണ്ട്. മുളകും കുഞ്ഞായിരിക്കുകയാണ്. കത്തിക്ക് അത്ര മൂർച്ചയില്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ. നല്ല മുളകിൻ്റെ മണം മൂക്കിലടിച്ച് കയറുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ മുട്ടയിലോട്ട് സവാളയും മുളകും ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സ്പൂൺ വെച്ചൊന്ന് ഇളക്കണം. നമ്മൾ ഇത് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മുട്ടയ്ക്കകത്ത് കുറച്ച് ഉപ്പിട്ട് നമ്മൾ കലക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് എല്ലാം വീണു. നല്ല അടിപൊളിയായിട്ട്. ഇനി എന്താ ഇടുന്നേ? കുറച്ച് കുരുമുളക്. ഇനി ഇതും ഒന്ന് നന്നായിട്ട് മിക്സാക്കുക.
ഓക്കെ, സെറ്റായി. നമ്മുടെ ഓംപ്ലേറ്റിനുള്ള ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഒഴിച്ച് കിട്ടിയാൽ മതി. ഇപ്പോൾ പാൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എണ്ണ ഒഴിക്കാൻ. അപ്പോൾ ഗൈസ്, നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. പാൻ ചൂടായിട്ട് എണ്ണ ഒഴിക്കുകയാണ്. സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുട്ട അതിലോട്ടിട്ട് കൊടുക്കാം. നമ്മുടെ ഓംപ്ലേറ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുപ്പ് കുറച്ച് ചൂട് കുറവാണ്, ചെറിയ തീയാണ്. നന്നായി വരണം. ഒന്നേരം നമുക്ക് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ്, ഓംപ്ലേറ്റ് നമ്മൾ തിരിച്ചിടാൻ പോവുകയാണ്. എന്താവുമോ എന്തോ. അയ്യോ അയ്യോ, പൊട്ടി. കഷ്ണമായി ഗൈസ്. തീ കുറവാകും, തിന്നാ പോലെ. ആഹാ, നല്ല മണം. പക്ഷേ അല്ലേ, മണമില്ലേ? തിരിച്ച് മറിച്ച് ഇടുവാണ് ഉമ്മ. ഇനിയും മുട്ട ഇതാക്കാനുണ്ടല്ലേ, ഇനി ബാക്കിയുണ്ട്. ചെറുതായിട്ടൊന്ന് വേവാം. നന്നായി നല്ല മണം ഗൈസ്, ഇഷ്ടപ്പെട്ടു പോകണം. അപ്പോൾ നമുക്ക് മുട്ട പാത്രത്തിലോട്ടിടാം. അതായത് ഓംപ്ലേറ്റ് പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അത് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി നമ്മൾ ഒഴിക്കണം. ബാലൻസ് ഒഴിക്കണം. ഉള്ളിയൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയായിട്ട് കാണാനല്ലേ. അപ്പോൾ മറ്റേ മുട്ട ഇവിടെ ഉണ്ട്. ഇത് സെക്കൻഡ് എടുത്ത മുട്ട, അതായത് ബാക്കിയുണ്ടായിരുന്നത്. അപ്പം അടുത്ത മുട്ട നമ്മൾ തിരിച്ചിടുവാണ്. അടുത്തത് വർക്കായി കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ആദ്യത്തത് ചൂടാവാത്തതുകൊണ്ടാണ്. ഇത് അടിപൊളിയായിട്ടുണ്ട്, നല്ല മണമുണ്ടല്ലേ. അപ്പോൾ ഗായ്സ്, നമ്മൾ ചോറ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. കറികളൊക്കെ ഇതൊക്കെയാണ്. നമ്മുടെ കറി ഫസ്റ്റ് തന്നെ സാമ്പാർ ഒഴിച്ചു. നല്ല മണം, സാമ്പാറിൻ്റെ നല്ല മണമുണ്ട്. സാമ്പാറും പിന്നെന്താ നമ്മുടെ അവിയൽ. പിന്നെ നമ്മുടെ മുട്ട. നമ്മൾ നാളെ തൊട്ട് എല്ലാ കറികളുടെയും വീഡിയോ ഇടുന്നതായിരിക്കും, അല്ലേ അമ്മ? ഇനി ഉണ്ടാക്കുന്ന നമ്മുടെ അച്ചാറ്, നമ്മൾ കുറച്ച് അച്ചാർ നമുക്ക് മാറ്റി വെച്ചായിരുന്നല്ലോ, നമുക്ക് കഴിക്കണ്ടേ. ഓക്കെ, അച്ചാറ് ഇന്നത്തെ വിഭവങ്ങൾ.